നമസ്കാരം. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പിണറായി രാജിവെച്ചു. പാർട്ടിയുടെ പടിയിറങ്ങാൻ പറഞ്ഞു പോളിറ്റ് ബ്യൂറോ. എക്സാലോജിക് CMRL മാസപ്പടി വിവാദം, അതിൽ മകൾ വീണ വിജയൻ പ്രതിയാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വളരെ കൃത്യമായി ഒഴിയേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. പാർട്ടിയുടെ ഉന്നത നേതൃതലത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ EDക്ക് മുന്നിൽ വീണ വിജയൻ തുടർച്ചയായി ഹാജരായത് പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ലഹരി കേസിൽ ജയിലിലായപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നത് ജനം മറന്നിട്ടില്ല. അന്ന് പാർട്ടി സ്വീകരിച്ച അതേ നിലപാട് പിണറായി വിജയന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്ന വികാരം പാർട്ടിയിലെ നല്ലൊരു വിഭാഗം ഉയർത്തുന്നുണ്ട്. സ്വന്തം മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയാവുകയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ട് പടിക്ക് പുറത്തേക്ക് പോകുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു പിണറായി വിജയന്. മാസപ്പടി കേസിൽ നിർണായകമായിട്ടുള്ള നടപടികളിലേക്കാണ് ED കടക്കുന്നത്. CMRL കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വീണ നൽകിയ മൊഴികളിലെ അവ്യക്തതകൾ EDയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വീണയ്ക്ക് പണം ലഭിച്ച കാലയളവിൽ CMRLന് സർക്കാർ തലത്തിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ED കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. SFIOയുടെ കണ്ടെത്തലുകളും EDക്ക് ലഭിച്ച മൊഴികളും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുകൾ, ആ പൊരുത്തക്കേടുകൾ വീണയെ കൂടുതൽ കുരുക്കിലാക്കുകയാണ്. അന്വേഷണം പിണറായിയിലേക്കും നീങ്ങാനുള്ള സാധ്യതയാണ് ഇതിനോടൊപ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾ ജയിലിൽ തുടരുന്നതും ആ കേസിൽ ഇപ്പോൾ ED കക്ഷി ചേരാൻ തീരുമാനിച്ചതും CPM നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ പാർട്ടിക്കെതിരെയുള്ള കടുത്ത നിയമ നടപടികൾക്ക് വഴിയൊരുക്കുമെന്ന് നേതൃത്വം തന്നെ ഭയക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഉയർന്ന രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, അത് പ്രതിപക്ഷ നേതാവിന്റെയും പാർട്ടി സെക്രട്ടറിയുടെ ഒക്കെ നില പരുങ്ങലിലാക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം എല്ലാ തരത്തിലും ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പിണറായി വിജയനെതിരെയും MP ഗോവിന്ദനെതിരെയും ഉയർന്നിരുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് KN ബാലഗോപാലിനെ പരിഗണിക്കുവാനാണ് സാധ്യത. നിലവിൽ നിയമസഭയിലെ CPM അംഗങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളത് അദ്ദേഹം മാത്രമാണ് എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. പിണറായി വിജയന്റെ കാര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അങ്ങേയറ്റം കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് PVയിൽ ഇതിനായി വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നേക്കാം. മകൾക്കെതിരായ കേസ് അന്വേഷണം മുറുകുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കുവാൻ പാർട്ടിക്ക് ഇനി കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാസപ്പടി കേസിൽ 2.78 കോടി രൂപയുടെ ഇടപാട് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ വീണയ്ക്ക് സാധിക്കാത്തത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ED ചോദ്യം ചെയ്യൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാവില്ല. പാർട്ടിക്കുള്ളിലെ വിള്ളലുകളും നേതാക്കൾക്കിടയിലെ ഭിന്നതയും ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രകടമാകുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് TP രാമകൃഷ്ണൻ മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പാർട്ടിയിലെ അസ്വസ്ഥതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തു വില കൊടുത്തും മകൾ പ്രതിയായാൽ പിണറായിയെ മാറ്റുക എന്ന അജണ്ടയാകും ഇനി CPM പോളിറ്റ് ബ്യൂറോയിൽ ഉയരാൻ പോകുന്നത്. അതായത് CMRL എക്സാലോജിക് കരാറിന്റെ നിഗൂഢതകൾ ഓരോന്നായി ചുരുളഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിന് പിടിവള്ളികൾ ഇല്ലാതാവുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉണ്ടായ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള എതിർപ്പുകൾ വീണയുടെ കേസ് വരുന്നതോടെ കൂടുതൽ ശക്തമാകും. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ സ്ഥാനമൊഴിയാൻ പിണറായി വിജയൻ നിർബന്ധിതനായാൽ അത് കേരള രാഷ്ട്രീയത്തിൽ CPMന്റെ വലിയ തകർച്ചയുടെ തുടക്കമാകുമെന്നുള്ള കാര്യത്തിലും തർക്കമുണ്ടാകില്ല. വരും ദിവസങ്ങളിൽ ED പുറത്തുവിടുന്ന വിവരങ്ങൾ ഈ കേസിൽ നിർണായകമാകും. ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് നൽകാൻ കഴിയാത്ത ഓരോ മറുപടിയും പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ വിജയനെ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ പ്രതി ചേർത്തതിനു ശേഷം അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ രാജിവെക്കും. അതിനുശേഷം പാർട്ടിയുടെ പടിയിറങ്ങാൻ പോളിറ്റ് ബ്യൂറോ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും.